കോൺഫ്ലൻ ഗ്രൂപ്പിന്റെ ക്ലയൻസുകൾ അവർക്കുള്ള ആ ബുദ്ധിമുട്ട്, അവർക്കുള്ള മാനസികമായ സമ്മർദ്ദം, കാരണം ചെയർമാനായിരുന്നു കമ്പനിയുടെ ഫേസ്. അപ്പോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും, എന്തായിരിക്കും പ്രശ്നങ്ങൾ, ഫ്യൂച്ചർ എന്താണ് എന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാം, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി എന്താണ് എന്നുള്ള ബുദ്ധിമുട്ടുകൾ അത് എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. അതനുസരിച്ച് ധാരാളം പേര് ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി, മെയിൽ അയക്കുകയുണ്ടായി. താങ്ക് യു വെരി മച്ച്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ 26-ാം തീയതി വന്നു. ഇന്നിവിടെ മരിച്ചതിന് ശേഷം പിന്നെ അതിന്റെ എല്ലാം എന്താ പറയാ, ഹിയറിങ്ങും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. ഇന്നും ഞാനിവിടെ തന്നെ നിൽക്കുന്നത്. ഇന്ന് 4-ാം തീയതി. കാരണം ഇന്നും പോലീസ് സുപ്പീരിയേഴ്സുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഞാനാണ് കമ്പനിയുടെ MD. അതേപോലെ തന്നെ ആ മരിക്കുന്ന സമയത്തും ഇവിടെയെല്ലാം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അതിൻ്റെതാണ് സീനിയർ ആയിട്ടുള്ള ഒരാള്, അവരുടെ ഫാമിലി, പുള്ളിക്കാരന്റെ ഫാമിലി അവിടെയായിരുന്നു, ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ പത്രസമ്മേളനം നടത്താൻ പറ്റാതായത്. കാരണം അതിലൂടെ എല്ലാവർക്കും കമ്പനിയുടെ എന്താണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടിയായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥലത്താണ് കൂടുതലായിട്ടും ഓപ്പറേഷൻ നടക്കുക. ഒന്ന് ബാംഗ്ലൂര്, കൊച്ചി. ബാംഗ്ലൂര് ഇവിടുത്തെ ഓപ്പറേഷൻ കേരളത്തിലെ പോലെയല്ല. ഇവിടെ അപ്പാർട്ട്മെന്റുകളുടെ ഇത് കുറവാണ്. ഇവിടെ കൂടുതലും ചെയ്യുന്നത് പുള്ളി ഒരു 2-3 വർഷമായിട്ട് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ മാസ്റ്റർ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് ഏക്കർ, 10, 20, 50 ഏക്കറൊക്കെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വലിയ മറ്റുള്ള ബിൽഡേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കും, ജോയിന്റ് വെഞ്ചറായിട്ട്. അപ്പോ ശരിക്കും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ല. ലാൻഡിന്റെ ജോയിന്റ് വെഞ്ചർ കൊടുത്തിരിക്കുന്ന ആ പൈസ ബാങ്കിലൂടെ വരുന്നു, അത്രയേ ഉള്ളൂ. MD എന്ന നിലയിൽ കോൺഫ്ലൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നേരിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വേറൊരുവിധ പ്രശ്നങ്ങളോ ഒന്നിനെ കുറിച്ചും ഒരാളും ബോധരാണ്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ആസ് യൂഷ്വൽ. പിന്നെ അതിന്റെ ചെയർമാൻ മരിച്ച ദിവസവും അത് കഴിഞ്ഞ് ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച പകുതിക്ക് വെച്ചിട്ടും വർക്കുകളൊന്നും നടന്നിട്ടില്ല. ബിക്കോസ് കുറെ സ്റ്റാഫുകളെല്ലാം ഇങ്ങോട്ട് പോരേണ്ടി വന്നു. അപ്പൊ അതാണ് അതിന്റെ സത്യം. സോ അതുകൊണ്ട് വളരെ എസ്റ്റീംഡ് ക്ലയൻസ്, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാക്കേണ്ട. നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു പൈസ പോലും നഷ്ടപ്പെടും. അതിനെപ്പറ്റി ബോധരാക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ ആക്ച്വലി ദ ബാംഗ്ലൂർ ഡിവിഷൻ വാസ് റൺ ബൈ ചെയർമാൻ ആൻഡ് കേരള ഡിവിഷൻ റൺ ബൈ മീ. ദാറ്റ് വാസ് ദ ഇക്വേഷൻ. സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇടപെടില്ല. അപ്പോ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും, ബാംഗ്ലൂരിലെ കാര്യങ്ങൾ അതേപോലെ നടക്കും. അവിടെയും എന്റെ സഹായങ്ങൾ കൊടുക്കണേ ഞാൻ തീർച്ചയായിട്ടും അവിടെ എന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഈ വേറെ ക്ലയൻസുകളില്ല ഇനി. അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം. എന്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് വറി, ബി ഹാപ്പി, വി ആർ ദേർ, വി ആർ വിത്ത് യു. അവർ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ എന്ന് ഒരു 15-20 വർഷമായിട്ട് നടക്കുന്ന അതേ സ്ട്രെങ്ത്തിലും അതേ ഫോഴ്സിലും അതേ കപ്പാസിറ്റിയിലും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കും അതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ഇനി പുതിയതായിട്ട് കമ്പനിയിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഡെഫിനറ്റ്ലി പ്ലീസ്, ദർ ഇസ് നോ പ്രോബ്ലം.